രാഹുൽ ഗാന്ധി പറഞ്ഞത് വാസ്തവം. ഹിന്ദുമതം അഹിംസയുടെ മതമാണ്. അതിൻ്റെ പേരിൽ വിദ്വേഷത്തിനോ വെറുപ്പിനോ ഒന്നും യാതൊരു സാധ്യതയുമില്ല. അവിമുക്തേശ്വരാനന്ദ സ്വാമികളാണ്, ശങ്കരാചാര്യ പരമ്പരയിൽപ്പെട്ട അവിമുക്തേശ്വരാനന്ദ സ്വാമികളാണ് ഇത്തരമൊരു പരാമർശം നടത്തിയത്. അദ്ദേഹം പറഞ്ഞത് രാഹുൽ ഗാന്ധി പാർലമെൻറ്റിൽ നടത്തിയ പ്രസംഗം മുഴുവനായി കേട്ടു. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നതിൽ ഒരു ഹിന്ദു വിരുദ്ധതയുമില്ല. അദ്ദേഹം പറഞ്ഞത് ഹിന്ദു സനാതന ധർമ്മത്തിൻ്റെ അടിസ്ഥാനമാണ്, അത് അഹിംസയാണ്, അത് ഉൾക്കൊള്ളലാണ്, അത് സ്നേഹമാണ്, അത് ചേർത്ത് വെക്കലാണ്. അതിനെതിരെ പ്രവർത്തിക്കുന്നവർ യഥാർത്ഥത്തിൽ ഹിന്ദുമത ആ ധർമ്മ സംഹിതയ്ക്കെതിരെ പ്രവർത്തിക്കുന്നവരാണ്. അങ്ങനെ പറഞ്ഞതിൻ്റെ പേരിൽ രാഹുൽ ഗാന്ധി ഹിന്ദുമതത്തിനെതിരെ പരാമർശം നടത്തി എന്നൊന്നും വ്യാഖ്യാനിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അത് വാസ്തവവുമല്ല. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഒരു അവ്യക്തതയില്ല. ഞാൻ രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നു എന്നാണ് പറഞ്ഞത്. രാഹുൽ ഗാന്ധിയുടെ പാർലമെൻറ്റിൽ നടത്തിയ പ്രസ്താവന അത് വലിയ വിവാദമാക്കിയിരുന്നു പലയിടങ്ങളിലും. ഹിന്ദു സമൂഹത്തിനെതിരെ അദ്ദേഹം സംസാരിച്ചുവെന്നും എല്ലാത്തിനും ഹിന്ദുക്കളുടെ മേലാണോ കയറാൻ കഴിയുന്നതെന്നുമൊക്കെയായിരുന്നു ചോദ്യങ്ങൾ. അദ്ദേഹത്തിൻ്റെ പ്രസംഗം ലൈവായി എല്ലാ മാധ്യമങ്ങളിലും വന്നതുകൊണ്ട് അത് ഞാൻ ആവർത്തിക്കുന്നില്ല. ഏതായാലും അവിമുക്തേശ്വരാനന്ദ എന്ന് പറയുന്ന സ്വാമിജി അദ്ദേഹം പ്രാണപ്രതിഷ്ഠാ സമയത്തും ഈ പറയുന്ന കർമ്മങ്ങളൊക്കെയും ചെയ്യേണ്ടത് അവിടുത്തെ പുരോഹിതന്മാരൊക്കെയാണ്, രാഷ്ട്രീയ നേതാക്കളല്ലെന്നും അതുമാത്രമല്ല രാംലല്ല അല്ലെങ്കിൽ രാമക്ഷേത്രം പൂർണ്ണമാകാതെ അത്തരമൊരു പ്രാണപ്രതിഷ്ഠ നടത്തുന്നത് ശരിയല്ലെന്നുമൊക്കെയുള്ള വാദങ്ങളുമായി രംഗത്ത് വന്ന ആളാണ് അദ്ദേഹം. ഇപ്പോൾ ഈ ഹിന്ദു വിരുദ്ധത രാഹുലിന് മേൽ ആ പ്രസംഗത്തിൻ്റെ പേരിൽ ആരോപിക്കുന്നതിൽ യാതൊരു അടിസ്ഥാനവുമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് രാഹുൽ ഗാന്ധിക്ക് പൂർണ്ണ പിന്തുണയുമായി എത്തിയിട്ടുള്ളത്. ആ സന്ദർഭത്തിൽ പാർലമെൻറ്റിൽ രാഹുൽ ഗാന്ധി പ്രസംഗിക്കുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി അടക്കമുള്ളവർ എഴുന്നേറ്റ് നിന്ന് രാഹുലിൻ്റെ പ്രസ്താവന ഹിന്ദു വിരുദ്ധമാണ് എന്ന തരത്തിൽ പരാമർശം നടത്തിയിരുന്നു. അതിനെ തുടർന്ന് രാജ്യത്താകെയും വ്യത്യസ്തമായ രീതിയിലുള്ള പത്രസമ്മേളനങ്ങൾ, വാർത്തകളൊക്കെ വന്നിരുന്നു. അഹമ്മദാബാദിൽ കോൺഗ്രസിൻ്റെ പാർട്ടി ഓഫീസ് ആക്രമിച്ചിരുന്നു. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ പ്രസ്താവനയെ കാണേണ്ടതും വിലയിരുത്തേണ്ടതും.